അപ്പോൾ ഒരു ബാക്ടീരിയ രോഗത്തെക്കുറിച്ച് കൂടി നമുക്ക് ചർച്ച ചെയ്യാം. ആ ബാക്ടീരിയ രോഗത്തിൻ്റെ പേര് ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗം എന്നാണ്. മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പഴക്കം ചെന്ന രോഗങ്ങളിലൊന്നായിട്ടാണ് ട്യൂബർക്ലോസിസിനെ അറിയപ്പെടുന്നത്, അല്ലേ? അപ്പോൾ നമുക്കിവിടെ പ്രധാനമായിട്ടും ഈ രോഗം ട്യൂബർക്ലോസിസ് അതിൻ്റെ കാരണക്കാരൻ ആരാണ്, അതെങ്ങനെ പകരുന്നു, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ചർച്ച ചെയ്യാം. ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗത്തിൻ്റെ രോഗാണു പാത്തോജൻ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, അല്ലേ? മൈക്കോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ്. എന്താണ് രോഗാണുവിൻ്റെ പേര്? മൈക്കോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ഈ രോഗാണു നമ്മളിലേക്ക് വരുന്നത് നേരത്തെ കൊറോണയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ക്ഷയരോഗബാധിതനായ ഒരു വ്യക്തി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ അന്തരീക്ഷത്തിലേക്ക് വരുന്ന രോഗാണുക്കളാണ് മറ്റൊരാളിലേക്ക് ഈ രോഗം എത്തിക്കുന്നത്, അല്ലേ? When the patient speaks, cough or sneeze, the pathogen spread into the air and thereby to others. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എവിടെയാണ് അതിൻ്റെ ടാർഗറ്റ് സെൽസ്? മെയിനായിട്ടും അത് അഫക്റ്റ് ചെയ്യുന്നത്, ബാധിക്കുന്നത് നമ്മുടെ ലങ്സിനെയാണ്, നമ്മുടെ 2 ശ്വാസകോശങ്ങളെയാണ്. പക്ഷേ മറ്റ് രോഗാണുക്കളെ അപേക്ഷിച്ച് ക്ഷയരോഗാണുവിന് ഒരു പ്രത്യേകതയുണ്ട്. അത് 1 or 2 അവയവങ്ങളെ അല്ല ബാധിക്കുന്നത്. അതിനു പകരം നമ്മുടെ ഒട്ടുമിക്ക അവയവങ്ങളെയും, അത് വൃക്കകൾ അഥവാ കിഡ്നികളാകാം, ബോൺസിനെ ആകാം, ജോയിൻസ് അഥവാ സന്ധികളുണ്ട്, അതുപോലെ തലച്ചോറിനെയും സാധാരണഗതിയിൽ ക്ഷയരോഗം ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ഷയരോഗം ഇപ്പോഴും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രോഗങ്ങളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് തലത്തിൽ അതിനെ നേരിടാനായി ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പദ്ധതി ആവിഷ്കരണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് നാഷണൽ ട്യൂബർക്ലോസിസ് പ്രിവെൻഷൻ പ്രോഗ്രാം, ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതി. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്, അല്ലേ? അപ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ ആൻറ്റിബയോട്ടിക്കുകൾ കുത്തിവെച്ച് ക്ഷയരോഗത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കും. ഡോട്ട്സ് എന്നാണ് ആ ചികിത്സാ രീതിക്ക് പേര്. അപ്പോൾ ക്ഷയരോഗം തിരിച്ചറിയപ്പെട്ടാൽ എത്രയും വേഗം വൈദ്യസഹായം തേടുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ശരിയായ ചികിത്സിച്ച് കഴിഞ്ഞാൽ ക്ഷയരോഗം പൂർണ്ണമായും ഡോട്ട് ചികിത്സാ രീതിയിലൂടെ ഭേദമാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ക്ഷയരോഗത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മളിവിടെ വളരെ കുറച്ച് ബാക്ടീരിയ രോഗങ്ങളെക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ലെപ്റ്റോസ്പൈറോസിസ്, കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡിഫ്തീരിയ, മൈക്കോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ട്യൂബർക്ലോസിസ്. ക്ഷയരോഗം, ട്യൂബർകുലോസിസ്. രോഗകാരി മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ക്ഷയരോഗത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ: മേജർ സിംറ്റംസ്: ശരീരത്തിന് ഭാരക്കുറവ്, ലോസ് ഓഫ് ബോഡി വെയ്റ്റ്, ക്ഷീണം, ഫാറ്റിഗ്, സ്ഥിരമായ ചുമ, പെർസിസ്റ്റന്റ് കഫ്. രോഗം പകരുന്ന വിധം: ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്. രോഗി ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും അതുവഴി മറ്റുള്ളവരിലേക്കും വ്യാപിക്കും. When the patient speaks, coughs or sneezes, the pathogens spread into the air and thereby to others. ശ്വാസകോശത്തെയാണ് ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്നത്. എന്നാൽ വൃക്കകൾ, അസ്ഥികൾ, അസ്ഥിസന്ധികൾ, മസ്തിഷ്കം എന്നീ ഭാഗങ്ങളെയും രോഗം ബാധിക്കുന്നു. രോഗബാധിതർക്ക് ആന്റിബയോട്ടിക് ഉപയോഗിച്ചുള്ള ചികിത്സ ലഭ്യമാണ്. ഇൻഫെക്റ്റഡ് പേഴ്സൺസ് ഗെറ്റ് ട്രീറ്റ്മെന്റ് ബൈ അഡ്മിനിസ്റ്ററിംഗ് ആന്റിബയോട്ടിക്സ്. വാക്സിനേഷനാണ് ഏറ്റവും മികച്ച പ്രതിരോധ മാർഗം. വാക്സിനേഷൻ ഈസ് ദ ബെസ്റ്റ് പ്രിവെന്റീവ് മെത്തേഡ്. ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് BCG, ബാസിലസ് കാൽമെറ്റി ക്വറൈൻ. 1 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ക്ഷയരോഗ സാധ്യതയുള്ള മുതിർന്ന കുട്ടികൾക്കുമാണ്
വാക്സിനേഷൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. വാക്സിനേഷൻ ഈസ് റെക്കമെൻഡഡ് ഫോർ ബേബീസ് അപ് ടു 1 year old and the older children who have increased risk of developing tuberculosis. എല്ലാ വർഷവും മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നു. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ സൂക്ഷിക്കുന്നതാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗത്തിലേക്ക് പോകാം അല്ലേ. വൈറസ് തന്നെ പരത്തുന്ന മറ്റൊരു രോഗത്തിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള, നമ്മളെല്ലാം പേടിയോടെ കൂടെ കേട്ടിട്ടുള്ള ഒരു രോഗമാണ് AIDS, എയ്ഡ്സ്, അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അതൊരു കണ്ടീഷനാണ്, ഒരു അവസ്ഥയാണ്, ഒരു രോഗാവസ്ഥയാണ്. അപ്പോൾ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് എയ്ഡ്സ് എന്ന് നമ്മൾ ചുരുക്കത്തിൽ വിളിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? തീർച്ചയായിട്ടും ആ എയ്ഡ്സിന് കാരണമാകുന്ന വൈറസിനെയാണ്. അത് മറ്റാരുമല്ല, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന പേരിൽ അറിയപ്പെടുന്ന HIV ആണ്. ആ HIV നമ്മളിലേക്ക് എത്തിയാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു, ആ വൈറസുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, പെറ്റുപെരുകുന്നത് ആ ഹോസ്റ്റ് സെല്ലിൻ്റെ ജനറ്റിക് മെക്കാനിസം ഉപയോഗിച്ചാണ്. അവരുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ വളരെ വേഗം പെരുകുന്നത് അല്ലേ. ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുക. മനുഷ്യരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് ആദ്യം ആക്രമിക്കുന്നത് ആരെയാണെന്നറിയാമോ? ലിംഫോസൈറ്റുകൾ എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയുടെ, നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയാവുന്ന കോശങ്ങളാണ് ലിംഫോസൈറ്റുകൾ അല്ലേ. വളരെ പ്രധാനപ്പെട്ട ബ്ലഡ് സെൽസാണ് ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ വ്യത്യസ്ത തരം ബ്ലഡ് സെൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അവിടെ WBC അഥവാ ശ്വേതരക്താണുക്കൾ, വൈറ്റ് ബ്ലഡ് കോർപ്പസെൽസ് എന്ന് പറയുന്നത് പല തരത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് ലിംഫോസൈറ്റുകൾ എന്നറിയപ്പെടുന്ന ശ്വേതരക്താണുക്കൾ അഥവാ WBCs. ആ WBC ആണ്, ലിംഫോസൈറ്റുകളെയാണ് ഹോസ്റ്റ് സെല്ലുകളായിട്ട് വൈറസുകൾ കണ്ടെത്തുന്നത്. അപ്പോൾ വൈറസുകൾ നമ്മുടെ ശരീരത്തിനകത്ത് കടന്നാൽ അത് ഹോസ്റ്റ് സെല്ലായി തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയുടെ അഥവാ ഇമ്മ്യൂണിറ്റിയുടെ ബാക്ക് ബോൺ എന്ന് വിളിക്കാവുന്ന ലിംഫോസൈറ്റുകളെയാണ്. ഇതിനുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ നമ്മുടെ ലിംഫോസൈറ്റുകളുടെ ജനറ്റിക് മെക്കാനിസം ഉപയോഗിച്ച് ഇവൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അവസാനം ആ സെൽസ് ഡിസ്ട്രക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നു, അഡ്ജസെൻ്റ് സെൽസിലേക്ക് വ്യാപിക്കുന്നു. ഇങ്ങനെ വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ നമ്മുടെ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ HIV സാധിക്കും. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം അഥവാ ആ പ്രതിരോധശേഷിയെ നാമാവശേഷമാക്കിക്കൊണ്ട് HIV നമ്പർ ഇൻക്രീസ് ചെയ്യുകയും അതിൻ്റെ എണ്ണം കൂടുകയും നമ്മുടെ ലിംഫോസൈറ്റുകളുടെ എണ്ണം വളരെയധികം കുറയുകയും ചെയ്യും. ഈ സമയം നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന മറ്റ് ചില രോഗാണുക്കൾ അല്ലെങ്കിൽ പാത്തോജൻസ്, അവർ പ്രധാനമായിട്ടും ന്യൂമോണിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയയും ക്ഷയരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയയുമാണ്. ഇവർ നമ്മുടെ ശരീരത്തിലേക്ക് എത്തി രോഗാതുരമായ ഒരവസ്ഥയിലേക്ക്, വളരെ ഫാറ്റൽ ഒരു കണ്ടീഷനിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യുന്നു. എയ്ഡ്സ് രോഗാണു അഥവാ HIV നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അല്ലേ. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം വളരെ അപകടം പിടിച്ച ഒരു രോഗാവസ്ഥയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. കാരണം ഇതിന് പൂർണ്ണമായും ചികിത്സയില്ല എന്നർത്ഥം. മരുന്നുകൾ കഴിക്കുന്ന വഴി നമുക്ക് നമ്മുടെ പ്രതിരോധശേഷി കൂട്ടി വർഷങ്ങളോളം നമുക്ക് ഈ രോഗത്തെ ചേർത്ത് നിൽക്കാനായിട്ട് സാധിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എയ്ഡ്സ് രോഗം നമ്മളിലേക്ക് എത്താതെ നോക്കുക എന്നുള്ളതാണ് പരമ പ്രധാനമായിട്ടുള്ള കാര്യം. എങ്ങനെയാണ് നമ്മളിലേക്ക് HIV എത്തുക, അല്ലെങ്കിൽ അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ്? സാധാരണഗതിയിൽ മനുഷ്യനെയാണ്
HIV ബാധിക്കുന്നതായി നാം കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ അത് മനസ്സിലാക്കി തരാൻ വളരെ ലളിതമായ ഒരു ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ്. HIV എങ്ങനെയൊക്കെയാണ് നമ്മളിലേക്ക് വരുന്നതെന്ന് കണ്ടല്ലോ അല്ലേ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, HIV ബാധിതനായ ഒരാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അയാൾ നിന്നും മറ്റൊരാളിലേക്ക് HIV എത്താതെ തടയാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നല്ലേ? നോക്കൂ, ആ ചിത്രീകരണത്തിലേക്ക് ഒന്നുകൂടെ നോക്കൂ. അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക് അല്ലേ, HIV ഇൻഫെക്റ്റഡ് മദർ ടു ദ ഫീറ്റസ്, അതിൻ്റെ സാധ്യത ഏതാണ്ട് 30% മാത്രമേ ഉള്ളൂ. മാത്രമല്ല, നേരത്തെ അറിയാൻ സാധിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിലേക്ക് എത്താതെ തടയാനും ഇന്ന് മാർഗങ്ങളുണ്ട്. അതുപോലെ ബ്ലഡോ രക്തമോ അവയവങ്ങളോ സ്വീകരിക്കുന്ന വഴിയെന്ന് നമ്മൾ പറഞ്ഞു. കർശനമായ നിയന്ത്രണങ്ങളിലൂടെ നമ്മൾ അതും തടയപ്പെട്ടിട്ടുണ്ട്. പിന്നീടുള്ള 2 അവസ്ഥകളുമാണ് പ്രധാനപ്പെട്ടത്. ഒന്ന്, ബൈ ഷെയറിങ് നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് കണ്ടാമിനേറ്റഡ് വിത്ത് HIV കമ്പോണൻസ്. ആശുപത്രികളിൽ അത്തരം രീതികൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. പക്ഷേ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ, ഒരു കൂട്ടമായിരുന്ന് ആ മയക്കുമരുന്ന് കുത്തിവെക്കുമ്പോൾ പലപ്പോഴും ഒരു സിറിഞ്ചാണ് അവർ മാറി മാറി കുത്തിവെക്കാറുള്ളത്. അപ്പോൾ ഇതിലാരെങ്കിലും, ആ കൂട്ടത്തിൽ ആരെങ്കിലും HIV പോസിറ്റീവാണ്, HIV അയാളിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആദ്യം പറഞ്ഞ സെക്ഷൽ കോണ്ടാക്റ്റ്, ലൈംഗിക ബന്ധം, അതിലൂടെയാണ് കൂടുതലായും HIV പകരുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ HIV മറ്റുള്ളവരിലേക്ക് പകരുന്നത് അത് തടയാനായിട്ട് സാധിക്കും. HIV-യെക്കുറിച്ചും എയ്ഡ്സിനെക്കുറിച്ചും നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. പല സംഭവങ്ങളും കേരളത്തിലുണ്ടായിട്ടുണ്ട്. HIV ബാധിതരായ കുട്ടികളെ സ്കൂളിൽ നിന്നും പുറത്താക്കുക, അയലത്തുകാരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് എയ്ഡ്സ് രോഗത്തോടുള്ള ഭയമാണ് അല്ലേ? HIV എന്ന് പറയുന്ന ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് നമ്മളിലേക്ക് എത്തിയാൽ ആദ്യത്തെ കുറച്ച് നാൾ യാതൊരു ലക്ഷണങ്ങളും നമ്മൾ കാണിക്കില്ല. വിൻഡോ പീരീഡ് എന്നാണ് പറയുന്നത് അല്ലേ? കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ രോഗബാധിതനായിട്ട് മാറുന്നത്. ആ സമയത്ത് മറ്റുള്ളവരിലേക്ക് വളരെ വേഗത്തിൽ ഇത് പടരാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പകരുന്നതെന്ന് മനസ്സിലാക്കിയാൽ ഈ രോഗം നമുക്ക് വരാതെ തടയാനായിട്ട് സാധിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെയുള്ള അകാരണമായ പേടി, എയ്ഡ്സ് രോഗിയോടുള്ള ഭയം പലപ്പോഴും അവരെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ? നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. എങ്ങനെയൊക്കെ ഈ എയ്ഡ്സ് വരുമോ, ഈ പറഞ്ഞ രീതികളിലല്ലാതെ വരുമോ, ഇവരെ അടുപ്പിച്ചാൽ അല്ലേ, എപ്പോഴൊക്കെയാണ് അവരെ സ്പർശിച്ചാൽ, ഷേക്ക് ഹാൻഡ് കൊടുത്താൽ അല്ലേ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കഫിങ്ങും സ്നീസിങ്ങും വഴി അല്ലേ, അപ്പോൾ ബൈ ടച്ച്, ഷേക്കിംഗ് ഹാൻഡ്സ്, കഫിങ് ആൻഡ് സ്നീസിങ്, ഇതുവഴി എയ്ഡ്സ് പകരുമോ? ഇല്ല. പിന്നെ എങ്ങനെയൊക്കെ പകരില്ല? മറ്റുള്ള രോഗങ്ങൾ പകരുന്ന പോലെ തന്നെ കൊതുക് വഴിയും ഈച്ച വഴിയും പകരുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അവർക്ക് വാഹകരാകാനുള്ള, HIV-യുടെ വാഹകരാകാനുള്ള ശേഷി ഇല്ല. അതുപോലെ ഒന്നിച്ച് താമസിച്ചാൽ, ഫുഡ് ഷെയർ ചെയ്താൽ, ആഹാരം പങ്കിട്ട് കഴിച്ചാൽ എയ്ഡ്സ് രോഗം വരുമോ? ഇല്ല. അപ്പോൾ ഒരേ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന വഴിയോ, അതുപോലെ തന്നെ ഒരേ പൂളിൽ, ഒരേ സ്വിമ്മിംഗ് പൂളിൽ അല്ലെങ്കിൽ ഒരേ കുളത്തിൽ കുളിക്കുന്ന വഴിയോ ഒന്നും എയ്ഡ്സ് രോഗം പകരുന്നതല്ല. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ആ എയ്ഡ്സ് രോഗം നമ്മളിലേക്ക് എത്തുന്നത് തടയാനായിട്ട് തീർച്ചയായിട്ടും 100% നമുക്ക് സാധിക്കും എന്നർത്ഥം. അപ്പോൾ എയ്ഡ്സ് രോഗത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കിയാലോ? എയ്ഡ്സ്, അക്വൈർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, ലോകത്തെ ഭീതിയിലാഴ്ത്തിയ രോഗമാണ് എയ്ഡ്സ്. HIV അഥവാ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസാണ് ഈ രോഗത്തിന് കാരണം. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായ വൈറസ് പെരുകുന്നു. തന്മൂലം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാകുന്നു. ഈ സന്ദർഭത്തിൽ ശരീരത്തെ ബാധിക്കുന്ന വിവിധ രോഗാണുക്കളാണ് എയ്ഡ്സ് എന്ന രോഗം
മാരകമാക്കുന്നത്. എയ്ഡ്സ് പകരുന്ന മാർഗങ്ങൾ. HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ, HIV ബാധിതയായ അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക്, HIV ബാധിതർ ഉപയോഗിച്ച സിറിഞ്ച്, സൂചി എന്നിവ പങ്കുവയ്ക്കുന്നതിലൂടെ, HIV ബാധിതരിൽ നിന്നും രക്തമോ അവയവമോ സ്വീകരിക്കുന്നതിലൂടെ. എയ്ഡ്സ് എങ്ങനെയൊക്കെ പകരില്ല? സ്പർശനം, ഹസ്തദാനം, ചുമ, തുമ്മൽ എന്നിവയിലൂടെ. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ. ഒരുമിച്ച് താമസിക്കുക, ആഹാരം പങ്കിടുക എന്നിവയിലൂടെ. ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെ. ഒരേ കുളത്തിൽ കുളിക്കുന്നതിലൂടെ. അപ്പോൾ എയ്ഡ്സ് രോഗത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക, ഇതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പാക്കി അത് സയൻസ് ശരിയായി പൂർത്തിയാക്കി സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രോട്ടോസോവ രോഗങ്ങളെക്കുറിച്ചാണ്. എന്താണ് പ്രോട്ടോസോവ? പ്രോട്ടോസോവ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ യൂക്യാരിയോട്ടുകളാണ്. അതായത് വ്യക്തമായ കോശമർമ്മമുള്ള ഏകകോശ ജീവികൾ. അപ്പോൾ യൂക്യാരിയോട്ടും പ്രോക്യാരിയോട്ടും നമ്മൾ നേരത്തെ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് പ്രോക്യാരിയോട്ട്? ബാക്ടീരിയ, നമ്മൾ പഠിച്ച ബാക്ടീരിയകളെല്ലാം പ്രോക്യാരിയോട്ട വിഭാഗത്തിലാണ് വരുന്നതെന്ന് നമ്മൾ പഠിച്ചതാണ്. പ്രോക്യാരിയോട്ട് വ്യക്തമായ ട്രൂ ന്യൂക്ലിയസ് ഇല്ലാത്ത, ഓർഗനൽസിന് ചുറ്റും മെംബ്രെയിൻസ് ഇല്ലാത്ത ഏകകോശ ജീവികളെയാണ് നമ്മൾ പ്രോക്യാരിയോട്ട് എന്ന് വിളിച്ചത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. വ്യക്തമായ, അതായത് ഒരു ട്രൂ ന്യൂക്ലിയസ് ഉള്ള കോശാംഗങ്ങളെ മെംബ്രെയിൻ കൊണ്ട് ആവരണം ചെയ്തിട്ടുള്ള, കവർ ചെയ്തിട്ടുള്ള ഏകകോശ ജീവികളാണ് യൂക്യാരിയോട്ടുകൾ. നമ്മുടെ കോശങ്ങളൊക്കെ യൂക്യാരിയോട്ടുകൾ അല്ലേ? അപ്പോൾ ഇവിടെ അങ്ങനെയുള്ളൊരു യൂക്യാരിയോട്ടിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. അത് പ്രോട്ടോസോവ എന്ന് പറയുന്ന വിഭാഗമാണ്. പ്രോട്ടോസോവയിൽ ഉൾപ്പെടുന്ന 2 ജീവികൾ ഉണ്ടാക്കുന്ന 2 രോഗങ്ങളെക്കുറിച്ച് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ സ്ക്രീനിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രീകരണം കാണുന്നുണ്ടല്ലോ, ഒന്ന് ശ്രദ്ധിച്ചു. അവിടെ നമ്മൾ കണ്ടത് ഒരു രോഗമാണ്, ഒരു പാത്തോജൻ അല്ലേ? അതിൻ്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്, പ്ലാസ്മോഡിയം. എങ്ങനെയാണത് പകരുന്നത്? ആരിലൂടെയാണ് പകരുന്നത്? ഒരു വാഹക ജീവി, വെക്റ്റർ, അതിൻ്റെ പേര് അവിടെയുണ്ട്. എന്താണ്? ഫീമെയിൽ അനോഫിലിസ് മൊസ്കിറ്റോ. അനോഫിലിസ് പെൺകൊതുകുകളാണ് വാഹകർ. ഹോസ്റ്റ് അല്ലെങ്കിൽ ആതിഥേയ ജീവി നമ്മളാണ്. അപ്പോൾ അനോഫിലിസ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകൾ വഴി നമ്മളിലേക്ക് എത്തുന്ന രോഗാണുവാണ് പ്രോട്ടോസോവ വിഭാഗത്തിൽപ്പെട്ട പ്ലാസ്മോഡിയം. ആ പ്ലാസ്മോഡിയം, പല തരത്തിൽപ്പെട്ട പ്ലാസ്മോഡിയങ്ങളുണ്ട്, അതിനെക്കുറിച്ച് പിന്നീട് നിങ്ങൾ വിശദമായി പഠിക്കും. അപ്പോൾ ഈ പ്ലാസ്മോഡിയം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? തീർച്ചയായിട്ടും അത് നമ്മുടെ കോശങ്ങളെ ആക്രമിക്കുകയും ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അതിൻ്റെ രോഗലക്ഷണങ്ങളെന്ന് പറയുന്നത് കടുത്ത പനിയും വിറയലുമാണ്. അതോടൊപ്പം തന്നെ അമിതമായ വിയർപ്പുണ്ടാകുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെങ്കിലും അതിനോടൊപ്പം തലവേദന, വോമിറ്റിംഗ് അഥവാ ഛർദി, വയറിളക്കം, വിളർച്ച തുടങ്ങിയവയും ഉണ്ടാകും. അപ്പോൾ ഹൈ ഫീവർ വിത്ത് ഷിവറിംഗ് ആൻഡ് പ്രൊഫ്യൂസ് സെറ്റിംഗ് ആർ ദ മേജർ സിംറ്റംസ് ഓഫ് മലേറിയ. അതർ സിംറ്റംസ് ഇൻക്ലൂഡ് ഹെഡേക്ക്, വോമിറ്റിംഗ്, ഡയറിയ, അനീമിയ എക്സെട്ര. അപ്പോൾ കൊതുകാണ് അഥവാ മൊസ്കിറ്റോയാണ് ഇവിടെ പ്രധാനപ്പെട്ട വാഹക ജീവിയായി പ്രവർത്തിക്കുന്നത്. പണ്ടൊക്കെ മലമ്പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് ഉണ്ടാകുന്നത് കൊണ്ട് നമ്മളതിനെ പ്രാദേശികമായി ഈ രോഗത്തെ മലമ്പനി എന്ന് വിളിക്കും, ഇംഗ്ലീഷിൽ മലേറിയ. അപ്പോൾ മലേറിയ എന്ന രോഗമാണ് അഥവാ മലമ്പനി എന്ന രോഗമാണ് ആരുണ്ടാക്കുന്നത്? പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവ വിഭാഗത്തിൽപ്പെട്ട ജീവി നമുക്ക് ഉണ്ടാക്കും. നമുക്ക്